നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലതെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാകുമോ എന്ന ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. VS ജോയി ആണ് നിലമ്പൂര് സ്ഥാനാർത്ഥിയെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് നിലമ്പൂരിന്റെ കാര്യം പറയുകയുണ്ടായി. നിലമ്പൂര് പാർട്ടി നമ്മുടെ 140 മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ പറയുകയുണ്ടായി. ആര്യാടൻ ഷൗക്കത്ത് അതേപോലെ തന്നെ VS ജോയി, ഈ രണ്ട് പേരുകളാണ് പറയപ്പെടുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിൽ പാർട്ടി നടത്തിയ സർവേയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് DCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള VS ജോയിയാണ്. VS ജോയി എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരാളാണ്. KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. പിന്നീട് DCC പ്രസിഡന്റായിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കാളും കുറച്ചുകൂടിയും മുകളിലേക്ക് കയറുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിനിടയിൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഏകദേശം ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് ഒരു വാർത്ത കാണുകയുണ്ടായി. CPM കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാതെ വെച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ അടർത്തിയെടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം എന്നുള്ള പ്ലാനിലാണ്. അവരുടെ പ്ലാനിങ് ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങോട്ടേക്ക് വലിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇല്ല എങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ അന്ന് സംസാരിച്ച പോലെ തന്നെയാണ് കാണുന്നത്. പക്ഷേ CPM ഇത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന്. നിലമ്പൂരിൽ ദാരിദ്ര്യം ഉണ്ടല്ലോ. നിലമ്പൂരിൽ ദാരിദ്ര്യമുണ്ടെന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് ഒത്തന്റിക്കേഷൻ എടുത്ത് UDF ഒത്തന്റിക്കേഷൻ എടുക്കുന്നത് കംപ്ലീറ്റ് അൻവറിന്റെ കയ്യിൽ നിന്ന് ഇന്റിമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് നോക്കണം. അപ്പോ ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് എന്താ പറയാ ഒരു അൻവർ അനുകൂലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാരണം കൂടി ഉണ്ട്. ആര്യാടൻ ഷൗക്കത്തിനും ആര്യാടന്മാർക്കും അൻവറിനോട് അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ ഭാവിന്റെ വളർച്ച ഉപ്പാടമോന് ഉപ്പാടമോൻ ഇല്ലാതാക്കിയത് ശരിക്കും പറഞ്ഞാല് അൻവറിന്റെ ഒരു പ്രഭാവമാണ് അവിടെ. അപ്പൊ അൻവർ ഇപ്പൊ ആരുടെ കൂടെയാണ്? കോൺഗ്രസിന്റെ കൂടെ നിൽക്കണത്. അൻവർ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും UDF എടുക്കില്ലെന്നാണ് ഞാൻ കേട്ട ലേറ്റസ്റ്റ് കിട്ടിയ ഇൻഫർമേഷന്. അവന് പുറത്തുനിന്നുള്ള പിന്തുണ ആരെ പോലെ KK രമയുടെ പോലെ പുറത്തുനിന്നുള്ള പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് വരും. അല്ല ഇതില് പക്ഷെ ഇവിടെ എന്താ അറിയോ, തന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നത് അൻവറിനെ കൊണ്ടാണ് എന്ന് പറയുമ്പോഴുള്ള ഒരു കല്ലുകടി ഉണ്ടാവും. ആ കല്ലുകടി ചിലപ്പോ ഒരു പ്രതിഷേധമായിട്ട് ചിലപ്പോ മത്സരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴിവാക്കപ്പെട്ടു, തഴഞ്ഞു എന്ന് പറയുന്ന രീതിയിലേക്ക്. ഞാൻ ഇതിനൊക്കെ പുറമെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് മലബാറില് കോൺഗ്രസിന്റെ ഒരു മുസ്ലിം സാന്നിധ്യം പറയുമ്പോൾ മലബാറിൽ തന്നെ ഒരു മുസ്ലിം സാന്നിധ്യമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് എവിടെയാണ്? കോൺഗ്രസിന് മലബാർ സാന്നിധ്യമായിട്ട് ആകെ ഒരു MLA മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുസ്ലിം സ്ഥാനാർത്ഥി ടി സിദ്ദീഖ്. പിന്നെ ഒരു MP ഉള്ളത് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഇത് ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്, ഞാൻ ഇത് ഇങ്ങനെ മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ഒരു സന്തുലിതാവസ്ഥ ബാലൻസ് ചെയ്ത് പോകണ്ടേ. ഈ അതിലിപ്പോ മലപ്പുറം ജില്ലയിലെ വളരെ കുറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് DCCയുടെ പ്രസിഡന്റ് ആക്കിയിട്ട് VS ജോയിയാണ് എടുത്തത്. അതെ, അത് ആബിദ് അടിവാരം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നല്ല കമന്റുകൾ വന്നതേ, നിങ്ങൾ എല്ലാറ്റിലും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ കാണുമ്പോൾ അത് ഞാൻ പറയട്ടെ, ഇതില് ഈ നോർമലൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിമുകൾക്കെതിരെ ഒരു വിഷയം വരും, മുസ്ലിമുകൾ അതൊന്നും പറയാൻ പാടില്ല, നമ്മൾ മതേതരത്വത്തിന്റെ വാഹകരാകണം, മതേതരത്വമുള്ള ആളുകളാവണം. എന്നാൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ അത്തരം ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവര് നന്നായിട്ട് പ്രതികരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടടുത്തും മിണ്ടാതെ പഞ്ചപുച്ഛമടക്കിയിരിക്കും. ഇത് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആ മിണ്ടാതിരിക്കുന്നത് പോലും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനമായിരിക്കും നിലമ്പൂരിലേത്. അതിന് കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളിൽ നിന്ന് പോലും വോട്ടുകൾ കുറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. ഈ VS ജോയി DCC പ്രസിഡന്റ് ആയിട്ട് നല്ല പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ, പിന്നെ നമ്മള് ഒരു കഴിവുള്ള ഒരാളെ മതം നോക്കിയിട്ട് അങ്ങനെ പറ്റുമോ? അങ്ങനെയൊക്കെ പാടുന്നു. പക്ഷെ ഇത് നമ്മളിൽ മാത്രം വരുന്ന ഒരു ചിന്തയാണ്.
അല്ല അതെ, ഇത് പറയുന്നത് ഇത് നമ്മളിൽ മാത്രം വരുന്ന ചിന്തയാണ്. പക്ഷപാതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ വരണം, താക്കോൽ സ്ഥാനങ്ങളിൽ നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വരണം എന്ന് പറയുന്നത് സുകുമാരൻ നായരായിരുന്നു. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വന്ന് പറഞ്ഞ കാര്യങ്ങള് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. SNDP-ന്നൊക്കെ നമ്മളെ വ്യത്യസ്തമായി നിർത്തുന്നത് ഈ മതേതര ചിന്താഗതികളല്ലേ. അതുകൊണ്ടല്ല മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യതല്ലേ. നാളെ ഒരു പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗും പോവുകയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ മലബാറിലെ അവസ്ഥ? കോൺഗ്രസിന്റേതായ രീതിയിൽ പ്രവർത്തിക്കും. അല്ല, കോൺഗ്രസിന്റെ മലബാറിലെ അവസ്ഥ എന്തായിരിക്കും? കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആബിദ് അടിവാരത്തിന്റെ പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആ പോയിന്റ് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മലബാറിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, മുസ്ലിമുകൾക്ക് മുസ്ലിം ലീഗ് ഉണ്ടല്ലോ എന്നാണ് കോൺഗ്രസ് ധരിക്കുന്നത്. അപ്പോൾ ഇൻ എനി കേസ് മുസ്ലിം ലീഗ് അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ അപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായിരിക്കും. അല്ല, ഇവിടെ എന്താ സംഭവിച്ചാല് അത് ആബിദ് അടിവാര എഴുതിയത് വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം MP-മാരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ അതെ, ഈ ഷാഫി പറമ്പിൽ മാത്രമാണ് കോൺഗ്രസിന്റെ MP ആയിട്ട് ലോക്സഭയിലേക്ക് ഇവിടുന്ന് പോയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അവിടുന്ന് മുരളീധരനെ മാറ്റിയത് എന്ന് പറഞ്ഞാൽ മുരളീധരൻ അവിടെ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടൊന്നല്ല. വയനാട് സീറ്റിലാണ് സാധാരണ മത്സരിക്കാറ്. വയനാട് അതായത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ വരുമ്പോൾ നിലമ്പൂര് VS ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ എന്താ പറയാ, ആര്യാടനെ ഇങ്ങോട്ട് പിടിച്ച ആര്യാടനെ ഞാൻ പറഞ്ഞ ഒരു ബാലൻസിങ് നഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും. കോൺഗ്രസിന് ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാലൻസിങ് നഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ കൂടെ നിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പൊടിക്കഴികൾ ഇതിലെ VS ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിൽ മുനമ്പം വിഷയമടക്കം ഇതിൽ വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ, മുനമ്പം വിഷയമടക്കം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് അത് 100% ഉറപ്പാണ്. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു നിലപാട്. എനിക്കത് യോജിപ്പില്ല. കാരണം VS ജോയിന് അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിലേക്കൊന്നും നമ്മൾ എന്തരുത് അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കിയത്, ഈ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കിയത് കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാരുടെ സമ്മതം കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ അങ്ങോട്ട് മേലെ നിറക്കി വിടല്ല. അപ്പൊ അത്രക്കും മതേതര ജനാധിപത്യ ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് VS ജോയി. ഇനിയിപ്പോ VS ജോയി എന്താ പറയാ UDF-ന്റെ സ്ഥാനാർത്ഥിയും ഇപ്പുറത്തെ ആര്യാടൻ മുഹമ്മദ് വന്നോണ്ട് എന്ത് വ്യത്യാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത്? ആര്യാടൻ ഷൗക്കത്ത് വന്ന് വിചാരിച്ചു അവരൊന്നും ഈ പറഞ്ഞ മുസ്ലിം പേരേ ഉള്ളവർക്കൊക്കെ അവരൊന്നും ഞാൻ പറഞ്ഞത് വെച്ചാൽ പാർട്ടിയില് സർവേയിൽ ഒന്നാമനായിട്ട് VS ജോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാണ് എന്നത്. അപ്പൊ ഞാൻ ഇതില് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ബാലൻസിങ് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചു പോകുന്ന ബാലൻസിങ്ങിന് അപ്പുറത്തേക്ക് മാറി ചിന്തിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ കൃത്യമായിട്ടുള്ള രീതിയിൽ പാലക്കാട് നടന്നതുപോലെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഇവിടെ ഉണ്ടാകും എന്നാണ് ശ്രീ VD സതീശനടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് 100% വിജയം ഉറപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം.